എനിക്ക് ഈ ചിരി കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഓവറായി പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. എങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ആദ്യം ചോദിക്കുന്നത്. ചിരിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ചിരി നമ്മളുടെ ആയുസ് വർദ്ധിപ്പിക്കും. പിന്നെ അറിഞ്ഞുകൊണ്ടല്ല ചിരി വരുന്നതാണ്. എപ്പോഴും ചിരിച്ചിരിക്കുക, എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഏത് സിറ്റുവേഷനിലും ചിരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും, വർക്ക് ചെയ്യും അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. ഞാൻ സ്റ്റേജ് 4+ ക്യാൻസർ ആയിരുന്നു സർവൈവ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ, ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ എൻ്റെ ഒരു ചിന്ത, ഇത്രയും നാൾ ഞാൻ നന്നായിട്ട് ജീവിച്ചു, ഇപ്പം ഉള്ള സമയത്ത് നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക, മുന്നോട്ട് പോവുക, അങ്ങനെ ഒരു ചിന്ത മാത്രമേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ്, ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര. എനിക്ക് തോന്നുന്നു ഇതൊരു വാല്യുബിൾ വേർഡാണ്. പ്രസന്റ് എന്താണ് അതിൽ എൻജോയ് ചെയ്യുക. പലരും ഫ്യൂച്ചറിനെ പറ്റിയും ആലോചിച്ച് worried ആയിട്ട് യാതൊരു കാര്യമില്ല. ഉള്ള സമയത്ത് പിന്നെ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, അത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഉള്ള സമയത്ത് സന്തോഷവും സമാധാനമായിട്ട് പോവുക, എങ്കിലേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകൂ. ഞാനൊരു ക്യാൻസർ ഈ ഒരു സ്റ്റേജ് 4 നിന്ന് സത്യത്തിൽ സർവൈവ് ചെയ്ത് വരേണ്ട ഒരു കേസേ അല്ല. അപ്പം അത്രയും എൻ്റെ ഒരു മാനസികമായിട്ടുള്ള എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ മുന്നോട്ട് വന്നത്. കാരണം ട്രീറ്റ്മെൻറ്റ് സമയത്ത് പല സമയത്ത് നമ്മൾ പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും ഞാൻ മാനസികമായിട്ട് അത്രയും നന്നായിട്ടുണ്ടായിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ശരിക്കും എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത്? 4th സ്റ്റേജിലാണോ ശരിക്കും അറിയുന്നത്? അതെ അതെ, ആദ്യമേ ഒന്നും അറിഞ്ഞില്ല. ഇപ്പം നമുക്ക് എന്താ പറയുക, എനിക്ക് ഗ്യാസ് ട്രബിളിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ ഗ്യാസ് കയറുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കഴിച്ച ഫുഡിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, അതുകൊണ്ടുള്ള ഗ്യാസ് ട്രബിൾ ആയിരിക്കും, വേറെ പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ല. അപ്പം അങ്ങനെ കുറേ നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 8 years ആയിട്ട് ബീച്ചസ് ആൻഡ് മിനറൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചവറ, കരുനാഗപ്പള്ളി ഈ ഒക്കെ ഏരിയയിലുള്ളവർക്ക് ലിംഫോമ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു റേഡിയേഷനാണ്. അപ്പം ഞാൻ ആ ഒരു ഫീൽഡിൽ 8 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഈ മിനറലുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതുകൊണ്ട് മാത്രമല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ ഏരിയയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരുണ്ട്, കമ്പനി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലർക്കുള്ളൊരു ബോഡി ഹാബിറ്റ് പല റീസൺ കൊണ്ട് എനിക്കിത് കിട്ടി. അപ്പം എനിക്കതിനകത്ത് ഒരു റെയർ ടൈപ്പ് ഗ്രേ സോൺ ലിംഫോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ആയിരുന്നു എനിക്ക് വന്നത്. ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ പരിസരത്തുള്ള ആളുകൾക്കും ക്യാൻസർ എന്ന രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി? പിന്നെ എന്തിനാണ് പിന്നെയും ഇപ്പൊ ആ സ്ഥാപനം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്ഥാപനമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു മിനറൽ റേഡിയേഷൻ, ആ ഒരു റേഡിയോ ആക്റ്റീവ് മിനറൽസിൽ വർക്ക് ചെയ്യുന്നവർ അതിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ മൊത്തം നമുക്ക് ബീച്ചസ് ആയിട്ടുള്ള ഏരിയയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും താമസിക്കാൻ പറ്റില്ല, അവർക്ക് ജീവിച്ചല്ലേ പറ്റൂ. നമ്മുടെ സ്ഥലം അതാണ്. റേഡിയേഷൻ മൂലം ചിലർക്ക് മാത്രമേ ക്യാൻസർ വരുന്നുള്ളൂ. നമുക്കൊന്നും ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ട് അങ്ങനെ ആയി പോകുന്നതാണ്. ഇപ്പൊ എന്റെ കേസ് തന്നെ പറയാം, ഞാൻ ജിയോളജിസ്റ്റ് ആണ്. നമ്മൾ മണ്ണുമായിട്ട് കൂടുതൽ അടുത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ 40 വർഷമായിട്ട് 42 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കൊരു പ്രശ്നമില്ല. അപ്പൊ എൻ്റെ ഒരു ഹാബിറ്റും കാര്യങ്ങളും കൊണ്ടിട്ട് എനിക്കതുണ്ടായി. അപ്പൊ ഞാൻ ആ സമയത്തൊന്നും ഈ പറഞ്ഞ ഗ്യാസ് ട്രബിളും കാര്യങ്ങളും മാത്രമാണ്, ഒന്നും അറിയുന്നില്ല. അപ്പൊ അതിനുശേഷം എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ ജോബ് കിട്ടി. അപ്പൊ എനിക്കതെന്ന് വെച്ചാൽ ഫുള്ള് ട്രാവലാണ്. അപ്പം ഇന്ന് വെച്ചാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഓരോ ദിവസം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗുജറാത്തേക്ക്, നാളെ ഡൽഹി. അപ്പം ഫ്ലൈറ്റ് ട്രിപ്സും കാര്യങ്ങളും എപ്പോഴും ട്രാവലാണ്. അപ്പം ആ സമയമായപ്പോഴത്തേനും എനിക്ക് ചെറിയ പെയിനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ബോഡിയിൽ ചെറിയ റാഷസ് പോലെ ചുമന്ന് മുതുകത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ നല്ല ആഹാരം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോട്ടീൻ അതിൻ്റെയൊക്കെ കൂടുതലുണ്ട്, അങ്ങനെ കൊഴുപ്പിൻ്റെ വല്ല പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അതും വിട്ടു. അവസാനമായപ്പോൾ ഈ ട്രിപ്പ് ഒരുപാടായപ്പോഴത്തേനും, ട്രാവൽ കൂടുമ്പോഴത്തേനും എനിക്ക് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു കുളിരും പനിയും വരുന്നുണ്ട്. പക്ഷേ പകൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പകൽ ഞാൻ ഫീൽഡിനൊക്കെ പോകും, തിരിച്ച് റൂമിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര കുളിരും പനിയും. അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് അവസാനം ഭയങ്കര ക്ഷീണവും. പിന്നെ ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് മെലിഞ്ഞ് ആകെ ഒരു ഇതായി, എൻ്റെ വെയിറ്റും ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ലീവ് എടുത്ത് വീട്ടിൽ വരാമെന്ന് വെച്ചു. അങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ വന്നൊരു 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ വന്നു.
അപ്പം ആ സമയത്തും എക്സ്റേ ആ സമയത്ത് ഒരു 12 മണിക്ക് രാത്രി ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം എക്സ്റേ എടുത്തു. എക്സ്റേ മാത്രമേ എടുത്തോളൂ. അപ്പം അവരെടുത്തപ്പോൾ എക്സ്റേയിൽ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് കൊറോണ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്ത 15 പ്രാവശ്യം എനിക്ക് കൊറോണയൊന്നും വന്നിട്ടില്ല. പല കേസും കൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പോസിറ്റീവ് അല്ല. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടാവണം. പക്ഷെ ആ സമയത്ത് ലോക്ക്ഡൗൺ ഡ്യൂട്ടിക്ക് കയറണം എന്നുള്ള നിർബന്ധമായിരുന്നു എനിക്ക് കമ്പനിയിൽ നിന്ന്. ഡോക്ടർ ആൻഡ് ആൻറ്റിബയോട്ടിക്സ് തന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി കയറി എനിക്ക് ഇവിടെ വീട്ടിൽ വന്ന് ഈ ഒരു എക്സ്റേ കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസം കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. പക്ഷെ മരുന്ന് ആ സമയത്ത് താൽക്കാലികമായിട്ട് കിട്ടി, എനിക്ക് കുഴപ്പമില്ല, അടുത്ത ദിവസം എണീറ്റിപ്പം പ്രശ്നമൊന്നും തോന്നില്ല. അങ്ങനെ വീണ്ടും മുന്നോട്ട് 1 മാസം പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് പെയിൻ വന്നു. അപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്കാണ് ബസ്സിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ എക്സ്റേ എടുത്തു, സ്കാനിങ് ഒക്കെ ചെയ്തു. അപ്പം CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ CT സ്കാൻ ചെയ്തപ്പം എനിക്കിങ്ങനെ ചെസ്റ്റിൽ എൻ്റെ തൈമസിൽ സ്റ്റാർട്ട് ചെയ്ത് ചെസ്റ്റിലേക്ക് എനിക്കൊരു ട്യൂമർ. ആ സമയത്ത് അവർ പറഞ്ഞത് തൈമോമ എന്ന് പറഞ്ഞ വേറൊരു ക്യാൻസർ ആണ് ഇതെന്നാണ് ആ CTയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത്. ക്യാൻസർ എന്നല്ല, ഒരു ട്യൂമർ ഉണ്ടെന്ന്. ആ ഒരു ട്യൂമർ എന്തായാലും ക്യാൻസർ ആണെന്നുള്ളത് ഡോക്ടർ അറിയാം, പക്ഷെ എനിക്കും അറിയത്തില്ല. ഞാനും ഓക്കെ ഒരു ട്യൂമർ ഉണ്ട്, ഒരു മുഴയുണ്ട്, അത് റിമൂവ് ചെയ്യണം അടുത്ത്. അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ പൊയ്ക്കോളോ, റിപ്പോർട്ട് കണ്ട് വീട്ടിൽ പൊയ്ക്കോ, എൻ്റെ കസിൻ അപ്പോൾ അവിടെ ഡോക്ടറായിട്ടുണ്ട്, അപ്പം ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ എന്നെ വൈകിട്ട് എൻ്റെ കസിൻ വിളിച്ച് പറഞ്ഞു നിൻ്റെ ട്യൂമറാണ്, ഇത് റിമൂവ് ചെയ്യണം, സർജറി ചെയ്യണം. അപ്പം ട്രിവാൻഡ്രത്ത് ചേട്ടൻ്റെ തന്നെ ഫ്രണ്ടാണ്, കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ അരവിന്ദ് രാമനാണ്. അപ്പോൾ ചേട്ടൻ പോയി കണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ എല്ലാം സർജറിക്ക് വിത്തിൻ 3 days തന്നെ സർജറി എല്ലാം നടന്നു. അപ്പോൾ ആ സമയത്തും സർജറിക്ക് കഴിയുമ്പോഴും എനിക്കൊരു പേടിയൊന്നുമില്ല. ഞാൻ നോക്കിയിരുന്നു, അപ്പം ഈ ഒരു സർജറി 10 to 12 hours അത്രയൊക്കെ പോകുന്നൊരു സർജറി ആണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്കൊരു പേടിയില്ലായിരുന്നു. ഞാൻ വളരെ കൂളായിട്ട് സർജറി റൂമിലൊക്കെ പോയി എല്ലാം. എൻ്റെ സർജറി 9.5 മണിക്കൂർ എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം 2 days വെന്റിലേഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10-12 ദിവസം ICUലായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതിനുശേഷം എനിക്ക് 3 മാസം റെസ്റ്റാണ്. അപ്പം എൻ്റെ ഒരു ധാരണ തീർന്നു, ഈ ട്യൂമറൊക്കെ റിമൂവ് ചെയ്തു, ഇനി ഞാൻ അടുത്തൊരു ജോബിന് പോവുകയാണ്, 3 മാസം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എന്നൊക്കെയുള്ളൊരിതാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിനുശേഷം ബയോപ്സിയുടെ റിസൾട്ട് വന്നു. അപ്പം മെഡിക്കൽ കോളേജിലാണ് എനിക്ക് സർജറി ചെയ്തത്. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഭയങ്കര ഒരു ഇതുണ്ട്. മെഡിക്കൽ കോളേജിലെ ബയോപ്സി റിസൾട്ട് എൻ്റെ ക്യാൻസർ തൈമോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ക്യാൻസറിന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ പോയേനെ, കാരണം എൻ്റെ ക്യാൻസർ അതല്ല. അപ്പം ഞങ്ങൾ എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് RCC റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പം അവർ ഈ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവർക്ക് ഈ സെയിം സാമ്പിള് അവിടെ കൊടുക്കണം. അല്ല ആ സമയത്തും റിമൂവ് ചെയ്തു എന്നുള്ളത് വരെ അല്ല അത്രേ അറിഞ്ഞുള്ളൂ. ബയോപ്സി റിസൾട്ട് വന്നപ്പോഴാണ് നിന്റെ ക്യാൻസർ ആണ്, നിനക്കിനി ഈ തൈമോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആണ്, നിനക്ക് റേഡിയേഷൻ ചെയ്യണം, ആഴ്ചയിൽ ഒരു റേഡിയേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പൊ ആ ഒരു ക്യാൻസറിന് അത്രേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ RCCയിൽ ചെന്നു, നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നില്ല, RCCയിൽ ചെയ്യുവാണെന്ന് വെച്ച് RCC ചെന്നപ്പോൾ അവർക്ക് സാമ്പിൾ എല്ലാം വേണം. അവര് അവിടെ ഒന്നും കൂടി ബയോപ്സി ചെയ്തതിനു ശേഷമേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെ ബയോപ്സി ചെയ്തപ്പോഴത്തേന് അതൊരു ചെറിയ കാര്യമല്ല, ഞാൻ ഇപ്പോഴും എങ്ങും പറയാത്ത പോലെയാണ്. അവരുടെ ഒരു മിസ്റ്റേക്കാണ്. ഇപ്പം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിൽ നിന്ന് ആ ഒരു ക്യാൻസർ തൈമോമ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നില്ല, എങ്ങനെ ഞാൻ ക്യൂർ ആവുന്ന പോലും എനിക്കറിയത്തില്ല. അതൊക്കെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ RCC ചെന്നപ്പോൾ ആ ക്യാൻസർ ഗ്രേ സോൺ ലിംഫോമ പേരേ മാറി, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാൻസർ, എന്റെ ട്രീറ്റ്മെന്റേ മാറി. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഗുരുതര. അതെ ആ ടൈമിൽ അവർ എന്താണ് എന്റെ ഒരു CT റിപ്പോർട്ടിൽ ഇന്നതായിരിക്കാം, തൈമോമ ഇൻവാസീവ് തൈമോമ ആയിരിക്കാം എന്നുള്ളൊരു അനാലിസിസ് ആണ് CTയിൽ, കാരണം അവർക്ക് ബയോപ്സി ചെയ്യുന്നല്ലോ. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സാധനം ബയോപ്സി ചെയ്തിട്ട് തൈമോമ എന്നാണ് റിസൾട്ട് തന്നേക്കുന്നത്. RCCയിലെ ബയോപ്സിയിൽ അത് ഗ്രേ സോൺ ലിംഫോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ആയി. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.